മോള് തന്നെ താൻ ചെയ്യത്തില്ല, എനിക്ക് നല്ല ഉറപ്പാണ്. എന്തോരം മുടിയുള്ള കുഞ്ഞായിരുന്നു, അത് പിടിച്ചു വെച്ചാൽ വെട്ടിയിട്ടല്ലേ മോളെ. ഗാർഹിക പീഡനത്തിന്റെയും സ്ത്രീധന പീഡനത്തിന്റെയും ഏറ്റവും ഒടുവിലത്തെ ഇരയെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഞങ്ങളിപ്പോൾ ഉള്ളത് വിഭജികയുടെ വീട്ടിലാണ്. കേരളപുരത്തെ വിഭജിക കഴിഞ്ഞ ദിവസം ദുബായിലെ ഫ്ളാറ്റിൽ കുഞ്ഞിനൊപ്പം തൂങ്ങി മരിച്ചു എന്ന വാർത്തയാണ് കേരളം സാക്ഷിയായത്. ഇതിന്റെ ദുരൂഹതകൾ അല്ലെങ്കിൽ ചുരുളുകൾ അഴിയുമ്പോൾ കടുത്ത രീതിയിലുള്ള മാനസിക പീഡനത്തിനും ശാരീരിക പീഡനത്തിനും വിഭജിക ഇരയായിരുന്നു എന്നുള്ളതാണ്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് സ്വന്തം ഭർത്താവിൽ നിന്നും ഭർത്തൃ വീട്ടുകാരിൽ നിന്നും ഏറ്റ ക്രൂരമായ പീഡനങ്ങളുടെ കഥയാണ് വിഭജികയുടെ അഡ്വക്കേറ്റ് ഞങ്ങളോട് തുറന്നു പറഞ്ഞത്. 3 മണിക്കൂറിന് ശേഷം നിതീഷ് വരികയും ബ്രേക്ക് ഓപ്പൺ ചെയ്ത് അകത്ത് കയറുമ്പോൾ വിഭജികയും കുട്ടിയും തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ വിഭജിക എങ്ങനെയാണ് നിൽക്കുന്നത് വെച്ചാൽ മുട്ടുകുത്തി നിൽക്കുന്നു എന്നുള്ള ഒരു വർത്തമാനമാണ് അവരിൽ നിന്ന് ലഭിച്ചത്. കുഞ്ഞിൻ്റെ സ്ഥിതി നോക്കിയപ്പോൾ അതേ റോപ്പിൻ്റെ മറുതലയിൽ വിഭജികയോട് ചേർന്ന് ഫ്ലോറിൽ തട്ടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അവർ വിവരിച്ചത്. അതിൽ നിന്നും എനിക്കൊരു അസ്വാഭാവികത തോന്നി. തികച്ചും അസ്വാഭാവികത തോന്നത്ത തരത്തിലാണ് ആ സിറ്റുവേഷൻ എൻ്റെ മനസ്സിലേക്ക് വന്നത്. സ്വാഭാവികമായിട്ടും തൊട്ടിലിന് കിട്ടിയ ഒരു റോപ്പ് അല്ലെങ്കിൽ ഒരു കയറ്, അതിൻ്റെ 2 അറ്റങ്ങളിൽ എന്തായാലും ഹാങ്ങിങ് നടക്കത്തില്ല. അപ്പോൾ വിഭജിക മുട്ടുകുത്തി നിൽക്കുകയാണ്, പ്രാർത്ഥന ഹരിതയായി നിൽക്കുന്ന കണക്ക് നിൽക്കുന്നു. കൊച്ചും അഡ്ജസ്റ്റൻ്റായിട്ട് തന്നെ ചേർന്ന് തൂങ്ങി നിൽക്കുന്നതാണ് അവരുടെ വെർഷൻ. അതൊരിക്കലും ഒരു പ്രോബബിൾ വെർഷനായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ പറഞ്ഞു, ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പാനന്തരോടുകൂടി അറിഞ്ഞല്ലോ. എപ്പോഴാണ് നിങ്ങൾ അത് വിഭജികയുടെ അമ്മയെ അറിയിച്ചത് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാനത് പിറ്റേന്ന് 11 മണിക്കാണ്, ഏകദേശം 12ഓളം മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വിഭജികയുടെ അമ്മയെ നിരന്തരം കമ്മ്യൂണിക്കേഷനുള്ള ഈ മെയ്ഡ് അറിയിക്കുന്നത്. അതിലൊക്കെ ഒരു സസ്പിഷൻ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ തന്നെ കോൺസുലേറ്റിലേക്കും ഡിസ്ട്രിക്ട് പോലീസ് ചീഫിനും കേരള പോലീസ് ചീഫിനും ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും എംപിക്കും MLAക്കും വനിതാ കമ്മീഷനും എല്ലാം നമ്മൾ പരാതി അയക്കുകയും കോൺസുലേറ്റ് ഉൾപ്പെടെ പരാതി അയക്കുകയും അത് അവർ എല്ലാം റിസീവ് ചെയ്തതായിട്ടും കണ്ടു. പിന്നെ റീസെൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഇന്നലെ രാത്രിയോടെ കിട്ടിയത് ഫേസ്ബുക്കിൽ വിഭജികയുടെ ഫേസ്ബുക്കിൽ വിഭജിക മരണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് അപ്ലോഡ് ചെയ്ത ടൈമർ വെച്ച് അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് വിസിബിൾ ആയിരുന്നില്ല. വിസിബിൾ ആയത് ഇന്നലെയാണ്. അതിനകത്ത് കൃത്യമായ ക്രൂര പീഡനങ്ങളുടെ പരമ്പര തന്നെ വിളിച്ചോതുന്ന ഡെപ്പിക്ഷൻസ്, ചിത്രങ്ങൾ എന്നിവയുണ്ടായിരുന്നു. സ്വന്തം കുഞ്ഞിന്റെ മുഖം കണ്ട് ആ അമ്മയ്ക്ക് കൊതി തീർന്നില്ലായിരുന്നു. ഇത് തന്നെയായിരുന്നു ആ ആത്മഹത്യാക്കുറിപ്പിലും എഴുതി വച്ചിരുന്നത്. വിഭജികയുടെ ഭർത്താവ് നിതീഷിന്റെ ഫോണിലെ ചില ചാറ്റുകളും നിർണായകമായ ചില തെളിവുകളാണ്. സ്വന്തം മകൾക്ക് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായതിനെക്കുറിച്ചാണ് ഈ അമ്മ ഞങ്ങളോട് ചിലതൊക്കെ വെളിപ്പെടുത്തിയത്. ആ വെളിപ്പെടുത്തിയതിൽ നിതീഷിന്റെ കമ്പനിയെ ഒറ്റുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളും ഞങ്ങളോട് തുറന്നു പറഞ്ഞു. ഇത്രയും കാശ് കിട്ടിയാലും അവന് മുഴുക്കത്തില്ല, എത്ര കാശ് കിട്ടിയാലും അവന് മുഴുക്കത്തില്ല. എൻ്റെ മോള് പറയും, നിനക്ക് 4-5 ലക്ഷം രൂപ ശമ്പളമുണ്ട്, എനിക്ക് ജോലിയുണ്ട്, എന്തിനാണ് നീ കമ്പനിയെ ചീറ്റ് ചെയ്യുന്നത്? ഞാൻ പറയുമെന്ന്. കാര്യം കിട്ടുന്ന കാശൊന്നും അവൻ്റെ കയ്യിലില്ല. കാശ് എങ്ങനെ പോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഇപ്പൊ ഫേസ്ബുക്ക് കണ്ടപ്പോഴില്ലേ മോളെ ഈ കാശുകളെല്ലാം കണ്ട പെണ്ണുങ്ങൾക്ക് കൊടുക്കാനായിരുന്നെന്ന് എൻ്റെ മോളെ പട്ടിണി കിട്ടെന്ന് പറയുന്നത്. ഒരു 7-8 മാസം ഭക്ഷണം കൊടുത്തില്ല. അവള് എന്റെ കുഞ്ഞിന്റെ എനിക്ക് ഇരിക്കാൻ സമ്മതിക്കത്തില്ല. അവള് പറഞ്ഞതേ ഉള്ളൂ, ഈ ചീറ്റിങ് അറിഞ്ഞപ്പോഴും പറഞ്ഞെന്ന് പറയുന്നത്, എനിക്ക് നിരീക്ഷ ഞാൻ എല്ലാം ക്ഷമിക്കാൻ തയ്യാറാണ്, എനിക്ക് എന്റെ കൊച്ചിന് അച്ഛനായിട്ട് നീ എൻ്റെ കൂടെ നിന്നാൽ മതി,
എനിക്ക് വേറെ ഞാൻ എന്ത് സഹിക്കാൻ തയ്യാറാണ്. എൻ്റെ കൊച്ചിന് അച്ഛനായിട്ട് സിംഗിൾ പേരൻ്റായിട്ട് എൻ്റെ അമ്മ ഞങ്ങളെ വളർത്തി. ഇനി എൻ്റെ മോൾക്ക് ആ ഗതികേട് വരരുതെന്ന് മാത്രമേ പറഞ്ഞോളൂ മോളെ. വേറൊന്നും എൻ്റെ മോൾ ആവശ്യപ്പെട്ടില്ല. അവളെ നാത്തൂൻ്റെ ഭർത്താവിന് മെസ്സേജ് അയച്ചായിരുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യ്, എൻ്റെ ഭർത്താവിനെ ഇനി വിട്ടുതരാൻ പറ അവരോട്. നിങ്ങളില്ലേ അവർക്ക്. ഞാൻ എൻ്റെ ഭർത്താവും കൊച്ചും കൂടെ ഇങ്ങോട്ടെങ്കിലും ഒന്ന് പോട്ട്. ഇത് സമ്മതിക്കത്തില്ല മോളെ. അവൻ വീട്ടിലിരുന്ന ഉടനെ അവരെ വിളിപ്പിക്കും. അവരെ വീട്ടിൽ കുറേ സോഷ്യൽ വർക്കേഴ്സ് വരുന്നതും പറഞ്ഞ് അവിടെ പോയി ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ ഒരു ദിവസം ഇതറിഞ്ഞ് ഞാൻ അവരച്ഛനെ വിളിച്ച് പറഞ്ഞപ്പം പറയാതെ അവര് എല്ലാവരും കൂട്ടുകാരൊക്കെ ഉണ്ട്, അവരെല്ലാവരും ഈ ഭക്ഷണം കഴിക്കുകയാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു നേരം മോളും കൊച്ചും അതെനിക്കറിയത്തില്ല. ഒരച്ഛൻ പറയേ അതെനിക്കറിയത്തില്ലെന്ന്. സോഷ്യൽ വർക്കർമാർ വരിക, ഒന്നിനും ഭർത്താക്കന്മാരും ഇല്ല. അവരെ മക്കളൊക്കെ ഹൈടെക്കിൽ പഠിക്കുന്നു. എന്ത് സോഷ്യൽ വർക്കറാണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കൊച്ചിനോടുള്ള ദേഷ്യം, അവൻ്റെ കമ്പനിയിൽ അവൻ്റെ ജോലി പോകും. എൻ്റെ കൊച്ചത് പബ്ലിക് ചെയ്താൽ അവന് ജോലി പോകും, അവൻ്റെ സ്റ്റാറ്റസ് പോകും എന്നാണ് പറയുന്നത്. അവൻ കമ്പനിയുടെ കോൺട്രാക്റ്റ് മറിച്ച് പ്രണവെന്നും പറഞ്ഞ് ഒരുത്തനുമായിട്ട് അതറിയാൻ കാര്യം ഏത് സമയം ഫോണിനകത്ത് കുത്തുക, ഇറങ്ങി പോവുക, പാതിരാത്രി കയറി വരിക. അന്നേരം അവൾ അന്വേഷിച്ചപ്പെടാൻ പറയുന്നത് ഞാനിങ്ങനെ കോൺട്രാക്റ്റ് മറിച്ച് വിൽക്കുക എന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, എന്തിനാ നിതീഷ് ഈ കാശ്, നിനക്ക് എത്ര ലക്ഷം രൂപ ശമ്പളമുണ്ട്, എൻ്റെ കാശുമുണ്ട്, എന്നിട്ട് നീ എന്തിനാ ഇത് ചെയ്യുന്നതെന്ന്. ഇങ്ങനെയാണെങ്കിൽ ഞാനത് പറയുമെന്ന് പറഞ്ഞു. അന്നേ ഇവൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇതെന്തായാലും എൻ്റെ മോൾ താൻ ചെയ്യത്തില്ല, എനിക്ക് നല്ല ഉറപ്പാണ്. ഇവൻ്റെ അച്ഛൻ അവിടെ ചെന്ന് പെങ്ങളും ആണ് ഇതിനെല്ലാം കാണിക്കാൻ. ഈ പെങ്ങളെന്ന് പറയുന്ന സ്ത്രീ ഉണ്ടല്ലോ, ഭയങ്കരമാണ് മോളെ. അതേ ഉള്ളൂ, എൻ്റെ മോളും അവളെ ഭർത്താവും കുഞ്ഞുമായിട്ട് കറങ്ങാൻ പോകാനൊക്കത്തില്ല. ഒപ്പോഴേ അവൾ വിളിച്ച് പ്രശ്നം ഉണ്ടാക്കും. അവരെ വീട്ടിൽ വിളിപ്പിക്കും, ഏക്ഷണി കയറ്റും, എന്നിട്ട് പിറ്റേന്ന് അവളുമായിട്ട് കറങ്ങാൻ പോകും. അതാണ് അവിടെ നടക്കുന്നത്. എൻ്റെ മോൾക്ക് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, ഒരു സാധനം മേടിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, ഒന്നും കൊടുക്കത്തില്ലായിരുന്നു. എല്ലാം അവൻ്റെ പെങ്ങളെ ഇഷ്ടത്തിനാ മോളെ ആ വീട്ടിൽ ചെയ്യുന്നത് കേട്ടോ. ഞാൻ വിചാരിച്ചു സ്നേഹം കൊണ്ടാന്ന് ഇങ്ങനെയാന്ന് ഞാൻ അറിഞ്ഞില്ല. എൻ്റെ പൊന്നോളെ ഒരു വാക്ക് എൻ്റെ മോൾക്ക് പറഞ്ഞുകൂടായിരുന്നു. ഇത്രയും സഹിച്ച അവൻ്റെ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല മോളെ. എൻ്റെ മോളെ ചെയ്തിരിക്കുന്നത് എന്തോരം മുടിയുള്ള കുഞ്ഞായിരുന്നു, അത് പിടിച്ചു വെച്ചാൽ വെട്ടിയിട്ടല്ലേ മോളെ അങ്ങനെ ഇരിക്കുന്നത്. അതോ ഞങ്ങളെല്ലാം സഹിച്ച് എനിക്ക് ഒരു വാക്ക് നീ ഒന്ന് പറ. എല്ലാം ജോലിക്കാരി പെണ്ണിൻ്റെ പറഞ്ഞത് എൻ്റെ അമ്മ വേദനിക്കുമെന്ന്. എനിക്ക് വേദനയില്ലേ ഇപ്പം, ഒന്നോട് വേദന വന്നിട്ട് പോയില്ലേ മോളെ, എനിക്ക് സഹിക്കുന്നില്ല. അഴിക്കുന്തോറും കുരുക്ക് മുറുകുന്ന രീതിയിലാണ് വിഭജിക്കയുടെ ആത്മഹത്യയും ഇതിനെ തുടർന്നുണ്ടായ ദുരൂഹതകളും. ഈ ദുരൂഹതകൾ എത്രയും പെട്ടെന്ന് പുറത്തു കൊണ്ടുവരാൻ ഈ കേരള സർക്കാരിനും അതോടൊപ്പം തന്നെ UAE-യിലുള്ള അന്വേഷണ ഏജൻസിക്കും സാധിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവൻസൺ.